എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ 17ാമത്തെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നേരത്തെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടി ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 25-ാം തീയതി വൈകുന്നേരം, അത് നവംബർ 25-ാം തീയതി വൈകുന്നേരം 5 മണിക്കാകും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടില്ല എങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല, അതായത് പങ്കെടുപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് കൂടി നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പത്രക്കുറിപ്പ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് 2024-25 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിനും പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കും പുതുതായിട്ട് ഉൾപ്പെടുത്തിയ കോളേജുകളിലേക്കും പ്രവേശനത്തിനുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് LBS വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 2024 നവംബർ 23-നകം ഫീസ് അടച്ച് അതത് കോളേജുകളിൽ 2024 നവംബർ 25-നകം കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകാനുള്ള ഓപ്ഷൻ വരും. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും, അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജാണ് കാണാൻ സാധിക്കുക. ആ ഒരു പേജിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് കോട്ടയിലാണ്, എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റും ഒന്ന് ചലാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പേയ്മെൻറ്റും. ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ചലാൻ ഉപയോഗിച്ചുള്ളതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത ശേഷം തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ബാങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടും എങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടും, പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതേപോലെ തന്നെയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടമാകുകയും ചെയ്യും. അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് പിന്നീട് റീഫണ്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ഏകദേശം ഒരു 4 മാസമൊക്കെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനായിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടും എങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കാരണം ഈ ഒരു റീഫണ്ട് കിട്ടാനായിട്ട് കുറച്ച് കാലതാമസമൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിലൊന്നും പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നേരത്തെ ഏതെങ്കിലും കോളേജിൽ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവിടെ ഒരു മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകും. അപ്പോൾ ആ ഒരു പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് അതായത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC, OBC, OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, എടുത്തിട്ടില്ലെങ്കിൽ അത് വേണ്ട. അതുപോലെ തന്നെ ബാലൻസ് ഫീസ് എന്നിവയാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് പോകുമ്പോൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ 2 ഫോട്ടോസും എടുക്കാനായിട്ട്
എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാലൻസ് ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ ഏകദേശം നിങ്ങൾ 23,170 രൂപ അടച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടച്ചിട്ടുണ്ടാവുക. സെൽഫ് ഫിനാൻസിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പിന്നീട് അഡ്മിഷൻ സമയത്ത് ഏകദേശം 81,000 രൂപ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. ചില കോളേജുകൾ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ അടക്കാനായിട്ട് പറയാറുണ്ട്. അതായത് ഹോസ്റ്റൽ ഫീസ് അതുപോലെ PTA ഫണ്ട് നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു PTA ഫണ്ട്, ഹോസ്റ്റൽ ഫീസ്, അതുപോലെ തന്നെ യൂണിഫോം, ബുക്ക് എന്നിങ്ങനെയൊക്കെ വിവിധ പൈസകൾ അഡ്മിഷൻ സമയത്ത് തന്നെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് ചില കോളേജ് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ സമയത്ത് എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത്, ആ ഒരു ഫീസ് ഏതൊക്കെ വിഭാഗങ്ങളിലായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില കോളേജ് ഈ ഒരു 81,000 കൂടുതൽ രൂപ, അതായത് ഈ ഒരു ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഈ ഒരു ഫീസ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്ത് ഈ ഒരു നവംബർ 24-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.